ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പാത്തൂസ് ലിറ്റിൽ വേൾഡിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കണ്ണൂർ സ്പെഷ്യൽ കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നേരെ വീട്ടിലോട്ടേക്ക് പോകാം. അപ്പോൾ കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. ഞാനിത് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്, അല്ലെങ്കിൽ രാത്രിക്ക് ഇട്ട് വെച്ചാലും മതി. ഇത് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ചീനച്ചട്ടിയിൽ ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 4 ആണി ബെല്ലാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് എത്ര മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ ഇട്ട് കൊടുക്കാം. ഇനി 3 മധുരം കുറവ് വേണ്ടവർക്ക് 3 ഇട്ട് കൊടുത്താൽ മതി. ഇത് വെള്ളത്തിലിട്ട് കൊടുത്തിട്ട് ഇനി ഇത് ഞാൻ സ്റ്റൗവിൽ വെക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മെൽട്ടാക്കി എടുക്കണം. ഇത് മെൽട്ടായിട്ട് വരുമ്പോഴേക്കും നമുക്കിനി പച്ചരി ഒന്ന് അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നേരത്തെ കുതിർത്ത് വെച്ച പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/4 കപ്പ് ചോറാണ്. ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ആകെ 2 ഇൻഗ്രീഡിയൻസേ വേണ്ട. പിന്നെ എല്ലാം വീട്ടിലുള്ളത് തന്നെയാണ്. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണം. ചെറിയ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല. 1/4 കപ്പ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. വെള്ളമായി കഴിഞ്ഞാൽ ലൂസായി പോകും. അതുകൊണ്ടാണ് 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് കണക്കാണ് 1/4 കപ്പ് വെള്ളം. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇത് അരച്ചെടുത്തിട്ട് വരുമ്പോഴേക്ക് ബെല്ലം മെൽട്ടായിട്ട് വരുന്നുണ്ട്. ഇനി ഒരു പാത്രം എടുത്തിട്ട് നമ്മൾ അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കട്ടി തന്നെ ഉണ്ടാവല്. കട്ടിയെന്ന് വിചാരിച്ചിട്ട് കുറച്ച് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല. അരച്ചെടുക്കുമ്പോഴേക്കും ഈ രീതിയിലാണ് ഉണ്ടാവുക, കുറച്ച് കട്ടിയായിട്ട് തന്നെ ഉണ്ടാവല്. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരികയുള്ളൂ. അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് റെസിപ്പി വീഡിയോകളുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാൻ സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വൈകുന്നേരങ്ങളിൽ ഒന്ന് ചായക്കടിയൊന്നും ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇനി ഇതിലേക്ക് മെൽട്ട് ചെയ്ത ബെല്ലും കൂടി അരച്ചിട്ട് ഞാൻ അരച്ച് വെച്ചതാണ്. ഇനി എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും ഉണ്ടാവും, അതുകൊണ്ട് അരച്ച് വെച്ചിന് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ അതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കുന്നോറ് ഇത് മിക്സാക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കൈവിടാതെ തന്നെ മിക്സാക്കി കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെങ്കിൽ അതിൻ്റെ മധുരത്തിൻ്റെ അളവ് ഒന്ന് കുറച്ച് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും ഏലക്കപ്പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇതാ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നല്ല നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തേങ്ങാക്കൊത്താണ് എടുക്കുന്നത്. തേങ്ങാക്കൊത്തും കൂടി ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. നമ്മൾ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് എല്ലാം ചേർത്ത് കൊടുക്കാം. മുന്തിരി വേണമെങ്കിൽ മുന്തിരിയും കൂടിയും ചേർത്ത് കൊടുക്കാം. ഞാൻ പിന്നെ മുന്തിരി ചേർത്ത് കൊടുക്കുന്നില്ല, കുട്ടികൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ മുന്തിരി ചേർക്കുന്നില്ല. തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പെല്ലാം ഒന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ഈ ബാറ്റർ ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ് ഏകദേശം ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇതുപോലെ കൽത്തപ്പം ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മക്കൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാവും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ.
ബാറ്റർ അതിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഞാനൊരു സ്പൂൺ കൊണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും ഒന്ന് അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തെല്ലാം ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏകദേശം ഇതൊരു 1/4 മണിക്കൂർ 20 മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി കിട്ടും. എൻ്റെത് റെഡി ആയിട്ടുണ്ട്. എൻ്റെത് ഇപ്പം ഒരു 1/4 മണിക്കൂറാണ് എടുത്തത് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് കട്ട് ചെയ്തിട്ടും കൂടി കാണിക്കുന്നുണ്ട്. ഇത് ചൂടോടെ ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്നത്. ചൂടോടെ കട്ട് ചെയ്യുമ്പം പൊടിഞ്ഞാണ് കിട്ടൽ. അപ്പോൾ ഇത് തണുത്തതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ആരും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരും. അതുവരേക്കും ബായ്.